ഹലോ ഹായ് നമസ്തേ നമസ്കാരം. എൻ്റെ പേര് ദീപ കെ കപ്പൂർ. എൻ്റെ ചാനലിൻ്റെ പേര് കാക്കൂത്തിലെ ജീവിട്. അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ. എൻ്റെ നാട് കണ്ണൂരാണ്. ഓക്കെ, ഹലോ. അപ്പോൾ ഇന്നത്തെ കുക്കിങ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്ന് എന്താ കുക്ക് ചെയ്യുന്നതെന്ന് വെളുത്ത കടല പറയും. ഓക്കെ, അതിവിടെ കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ഇടണം. ഒരു ആദ്യം പകുതി മുക്കാൽ വേവാവണം. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഈ ഉള്ളി തക്കാളിയൊക്കെ നമ്മൾ ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മസാലകളും ചേർക്കും. മസാലകൾ ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കും. അപ്പോൾ ഇതിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടണം. അതിൻ്റെ കൂടെ മസാലകളും ചേർക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 4-5 വിസിൽ വരണം. കാരണം ആ കടലേക്ക് മസാലകളൊക്കെ ഒന്ന് എന്താ പറയുക ജോയിൻ്റായി വരണമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഉള്ളി, തക്കാളി, പച്ചമുളക് അങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ കട്ട് ചെയ്യാം. ഉള്ളി, yes. അങ്ങനെ ഉള്ളി കട്ട് ചെയ്തു ഇടാം. ഇനി തക്കാളി, തക്കാളി ഉള്ളിയൊക്കെ നമ്മുടെ എത്രയാണോ കടലൊക്കെ എടുത്തേക്കുന്നത് അതിൻ്റെ ഒരു നമുക്കുണ്ടാവും ഏകദേശം അളവ്. അതിന് കണക്കായിട്ട് നമ്മൾ ഇടാം. തക്കാളി ഞാനിപ്പോൾ 2 ചെറിയ തക്കാളിയും 2 വലിയ ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി എടുത്താൽ വേറെ തന്നെ ഒരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി നമുക്കിത് ഇടിച്ചിട്ട് ഇതിലിടാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഇതൊന്ന് ഇടിച്ചിട്ടിടാം. യെസ്, അപ്പോൾ അത് വേണം. ഇനി 2 പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് കറിവേപ്പില ഇലയില്ലേ അതും ആദ്യം ഇടുന്നുണ്ട്. ഇനി നമുക്ക് മസാലകൾ തയ്യാറാക്കാം.
Okay. Yes. ഈ മസാലയും കൂടി നമ്മൾ ചൂടാക്കി ഇതിലിട്ടിട്ട് പിന്നെ അത് വിസിലിൽ വെക്കും. ഒരു 4-5 വിസിലിൽ ഞാൻ വെക്കും. കാരണം വെളുത്ത കടലയാണ്, നല്ല സോഫ്റ്റ് പോലെ വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഓക്കെ, പാൻ ചൂടായി. ആദ്യം കുറച്ച് മുളക് പൊടി, ഇതൊക്കെ ഞാൻ ചൂടാക്കിയിട്ടാണ് ഇടാറ് കേട്ടോ. മസാല ഇടുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് കുറക്കണം. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി മസാലപ്പൊടിയുണ്ട്. മീൻസ് ഞാൻ ഈ ഇത്തിരി മട്ടൻ മസാലയാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ശകലം മല്ലിപ്പൊടി ഇടും. മല്ലി പൊടിച്ചതായതുകൊണ്ട് ലാസ്റ്റേ ഞാൻ ഇടാറുള്ളൂ. നിങ്ങളെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ പൊടികളൊക്കെ നല്ലോണം വന്നിട്ട് കണ്ടില്ലേ, പുകം വന്ന്. നമുക്കിതിലേക്ക് മാറ്റാം. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊരു 3-4 അല്ലെങ്കിൽ 5 വിസിൽ വെച്ചിട്ട് നമുക്കൊന്ന് വെക്കാം. ഇതൊന്ന് ചുമ വന്ന് മസാലയുടെ മണയും അതുകൊണ്ടാണ്. അതൊന്ന് വേവട്ടെ. അപ്പം നമ്മുടെ വെള്ളക്കടല ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കത് അരപ്പ് ചേർക്കാം. അതിന് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ആദ്യം തന്നെ അത് വേറെ പാനിലേക്ക് മാറ്റണം. അപ്പം ഞാനിത് കടുക് ഒക്കെ താളിക്കും. അപ്പം നമുക്ക് അത് ചെയ്യാം. കടുക് ഇട്ടിട്ടാണ് ഈ വെന്ത കടല കുക്കറിലുണ്ട്, അത് ഇതിലേക്ക് മാറ്റും. ഓക്കെ, ഇപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. യെസ്, പാൻ ചൂടാവുന്നുണ്ട്. നമുക്ക് എണ്ണ വെച്ച് വെക്കാം. ഞാൻ ശകലം കടുവിൻ്റെ കൂടെ കുറച്ച് ഉലുവയും മൂപ്പിക്കും. ഐ മീൻസ് വറുത്തിടും. അങ്ങനെയാണ് ഞങ്ങൾ കണ്ണൂർ ഭാഷയിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ സംസാരങ്ങളുണ്ട്. അത് യൂട്യൂബ് ആവാം. സോറി. അപ്പോൾ ഇതിൽ കടുകിടാം. കടുക്, വെള്ളം ശരിക്കും മാറിയിട്ടില്ല, അതുകൊണ്ടാണ് ചടപടാ കൊണ്ട് ഒത്തു വരുന്നത്.
കഴുകിയിട്ട് ഉണക്കി വെക്കണം കേട്ടോ. കടുക് പൊട്ടുന്നുണ്ട്, നമുക്ക് ഉള്ളി ഇടാം. ഇനി കറിവേപ്പില, കറിവേപ്പില. പിന്നെ ഈ വെള്ളം ഇച്ചിരി പ്ലെയിൻ കുറക്കട്ടെ കേട്ടോ, പ്ലെയിൻ കൂടുക. ഇത് എണ്ണ കടന്ന് ഇങ്ങോട്ട് നമുക്ക് മാറ്റാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. കുറച്ച് തേങ്ങ അരപ്പുണ്ട് ചേർക്കാം. കൈ മാറ്റട്ടെ. തേങ്ങ അരപ്പ് ചേർത്തു. ഒരു ബ്രൗൺ കളറാണ് കറിക്ക് ഉണ്ടാവുക. ഉപ്പും മുളകൊക്കെ കറക്റ്റാണെന്ന് നോക്കട്ടെ കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് സമയത്തേക്ക് അടച്ചു വെക്കാം. കുറച്ച് സമയത്തേക്ക് അടച്ചു വെക്കാം. അപ്പൊ നമ്മുടെ വെള്ളക്കടല മസാലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കാണിച്ചു തരാവേ. നല്ല രീതിയിൽ തിളക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് കുറച്ച് സമയം കൂടി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് മാറ്റി ഒരു ബോളിലേക്ക് മാറ്റാം. നല്ല രീതിയിൽ തിളച്ച് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. യെസ്, അങ്ങനെ നമ്മുടെ വെള്ളക്കടലയുടെ മസാലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് പുട്ടിന് വേണ്ടി ഞങ്ങൾ അങ്ങനെ കഴിക്കാറുണ്ട്, പുട്ടിന് കഴിക്കാറുണ്ട്. അത് കാരണം ഇച്ചിരി വെള്ളം കൂടുതലുണ്ട്. ഇനി ചപ്പാത്തിക്കാകുമ്പോൾ അതൊന്ന് ഇത്തിരി വറ്റിക്കണം. എന്നിട്ട് വെള്ളം ഇല്ലാതെ വറ്റിച്ചിട്ടാണ് ചപ്പാത്തി യൂസ് ചെയ്യാറ്. അത് ജനാല അടച്ചു വെച്ചോണ്ടേ അതിൻ്റെ ഇതിൽ കടുവൊക്കെ വയറ്റിൻ്റെ ആ മണമൊക്കെ ഇവിടെ തന്നെ കിടക്കുകയാണ്, ചുമ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിഷ് തയ്യാറായി. ഓക്കെ, ഇതുപോലെയാണ് ഞാൻ കുക്ക് ചെയ്യാറ്. ഓക്കെ 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 ഇത് ചപ്പാത്തിക്ക് കഴിക്കാം, പൊറോട്ട കഴിക്കാം. ഇത് നമുക്ക് നമ്മുടെ നോർമലായിട്ട് നമ്മുടെ സാധാരണ രീതിയിൽ നമുക്ക് കഴിക്കാം. ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോ? നിങ്ങൾ ഇതുപോലെ തന്നെയാണോ ഈ കടല കുക്ക് ചെയ്യാറ്, അതോ വേറെ രീതിയിലാണോ? ഞാനിതുപോലെയാണ് ചെയ്യാറ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ കായമുളകും കൂടി നമ്മൾ വറുത്തിടും. കടുക് പൊട്ടിക്കുമ്പം ഞാനത് ഇട്ടിട്ടില്ല. കായമുളക് ഞാൻ പറഞ്ഞില്ലേ, അടുത്ത വീട്ടിലെ പറമ്പിലെ കാട് വെട്ടുന്നതിൻ്റെ ശബ്ദമുണ്ട്. അപ്പോൾ ആ ശബ്ദത്തിൻ്റെ ഇടയിൽ ഞാൻ കായമുളകും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ അതൊക്കെ കൂടി ഈ റൂമിൽ കിടന്നിട്ട് ചുമ പിടിക്കും. അതുകൊണ്ട് കായമുളക് ഇട്ടിട്ടില്ല. കായമുളക് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ടാറ്റാ.